അപ്പോൾ ഞാനിവിടെ 5 റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഫൈബർ ഫില്ല് വെച്ച് കൊടുക്കാം. നല്ലതിൻ്റെ കാലിൻ്റെ ഭാഗത്തേക്കായിട്ട് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞ് കളിക്കും. ടൈറ്റിൽ ചെയ്ത് കൊടുക്കുക. നല്ലോണം വിരലുകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത റൗണ്ടിൽ നമ്മൾ റൗണ്ട് 3 to 5 7 വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിക്രീസിങ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ഈ റൗണ്ട് ലാസ്റ്റ് റൗണ്ടിലും നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. 42 സ്റ്റിച്ച് കിട്ടിയതിന് ശേഷം ഇത് നമ്മൾ 8ാമത്തെ റൗണ്ട് ബോഡി പാർട്ടിലെ 8ാമത്തെ റൗണ്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 8ാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് 5 ചെയിനിലും 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ്, 5 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ രണ്ടാമത്തതിൽ 2, മൂന്നാമത്തിൽ ഇൻസേർട്ട് ചെയ്തത് 3, 4, 5. ഞാനിവിടെ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഫ്രണ്ട് ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഈ 2 ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനവർ ചെയ്യുക, ഈ 2 ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് 2 ചെയിൻ കിട്ടും. ഈ 2 ചെയിനിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5. ഇനി ഞാൻ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ തൊട്ടടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുത്തു, അതുപോലെ തന്നെ അടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും എടുത്തു. അതിനുശേഷം ഞാനവർ ചെയ്യുക, ഈ എടുത്ത 2 ഫ്രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് 2 സ്റ്റിച്ചിനെ നമ്മൾ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്തു. ഇനി അടുത്ത 5 ചെയിനിലും ഓരോ ഡിക്രീസിങ് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 5. 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ലൂപ്പ്, അതിൻ്റെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 5 ചെയിനിലും ഓരോ ഡിക്രീസിങ് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3
4 5 5 5 സ്റ്റിച്ച് ചെയ്തു. ആറാമത്തതും ഏഴാമത്തതിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഒരു ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ആറാമത്തതും ഏഴാമത്തെ സ്റ്റിച്ചും നമ്മൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും ഡിക്രീസിങ് കിട്ടി. ഇനി വീണ്ടും നമ്മൾ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 ഇനി 6 ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. 7th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ 8ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക, 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ റെഡിയാണ്, കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇനി ഞാൻ 9ാമത്തെ റൗണ്ട് പോവാണ്. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം 9ാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ 9ാമത്തെ റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ കിട്ടണം. അപ്പോൾ ഓൾറെഡി ഞാൻ 1 ചെയ്തു, ഇനി 2 ചെയ്യാണ്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. അപ്പോൾ 9ാമത്തെ റൗണ്ടിൽ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ സ്റ്റിച്ച് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനി നമ്മൾ 10ാമത്തെ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോഡി പാർട്ടിലെ 10ാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാണ്. വീണ്ടും ഞാൻ ആ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ 10ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ചെയിനിൽ ഞാനൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നമ്മൾ 10ാമത്തെ റൗണ്ട് ചെയ്യുന്നത് 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്, 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്, അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക.
അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി 1 ചെയ്തു, അതിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി 1 ചെയ്തു, 2 3 4 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 5ാമത്തേതിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം ഡിക്രീസിങ് ആയി. ഇനി വീണ്ടും നമ്മൾ അടുത്ത 4 ചെയിനിലും 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 5ാമത്തെ ചെയിനും 6ാമത്തെ ചെയിനും നമ്മൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് yarn over ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡിക്രീസിങ് കിട്ടും. വീണ്ടും നമ്മൾ 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 5ാമത്തെ ചെയിനും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും നമ്മൾ 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 5ാമത്തേൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5th വണ്ണും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 6th ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ 1 2 3 4 ഇനി നമ്മൾ 5th ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 6th ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ 10ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പം നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ 30 എണ്ണം ആകുമ്പോൾ ആണെങ്കിൽ നമ്മൾ 11ാമത്തെ റൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാണ്. ഇനി ഞാനൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 11ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി 11ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ചെയ്തു, 2 എണ്ണം ചെയ്യുക. അപ്പോൾ 11ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 10ാമത്തെ റൗണ്ടിൽ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 11ാമത്തെ റൗണ്ടിലും നമ്മൾക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ 1 2 2 ഞാൻ ചെയ്തു. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23
24, 25, 26, 27, 28, 29, 13. അപ്പോൾ എനിക്കിവിടെ 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ എൻ്റെ റൗണ്ട് ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് 11 നമ്മൾ കഴിയുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ റൗണ്ട് 12 ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. റൗണ്ട് 12 സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 3 ചെയിനിലും ഡിക്രീസിങ് 12ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് 3 ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് 3 സിംഗിൾ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി 1 ചെയ്തു. ഇനി രണ്ടാമത്തെ ചെയ്യാം. 2, 3 മൂന്നെണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 4ാമത്തതിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്യാം. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 1, 2, 3 3 ചെയിനിലും ഓരോ ഡിക്രീസിങ് ചെയ്തു. 4ാമത്തെ ചെയിനും 5ാമത്തെ ചെയിനിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 3 ചെയിനിലും 1, 2, 3 3 ചെയിനിലും ഡിക്രീസിങ് ചെയ്യുക. 4ാമത്തേതും 5ാമത്തേതിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1, 2, 3 3 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 4ാമത്തേതും 5ാമത്തേതും നമ്മൾ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 4ാമത്തെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1, 2, 3 4th ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 12ാമത്തെ റൗണ്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഞാൻ 13ാമത്തെ റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 13ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് 2 സിംഗിൾ ഒരു ഡിക്രീസിങ് ആണ്. ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്തു, സെക്കൻഡ് വൺ ചെയ്യാണ്, 2 എണ്ണം ചെയ്തു. ഇനി മൂന്നാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും അടുത്ത 2 ചെയിനിലും 1, 2 ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 3 തേർഡിൻ്റെതും 4th നമുക്ക് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമ്മൾ 1, 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 3rd 4th നമുക്ക് ഡിക്രീസിങ് ചെയ്യാം. 1, 2 3rd 4th ഡിക്രീസിങ്. 1, 2 ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1, 2 ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 3rd 4th ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1, 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 3rd
4th ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ 13ാമത്തെ റൗണ്ട് ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടോയെന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റഫ് ചെയ്യുമ്പോൾ ഈ ആണൊന്ന് വലിച്ചു കൊടുക്കണേ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ഊരിപ്പോവും. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഒരുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇനി 14ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തു, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സെക്കൻഡും തേർഡും നമ്മൾ ഡിക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൊടുക്കുക, തേർഡിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൊടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഡിക്രീസിങ്, ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഒരു ഡിക്രീസിങ്, 2 3 ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, രണ്ടാമത്തെ ചെയിനിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, രണ്ടാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, രണ്ടാമത്തെ ചെയിനും മൂന്നാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 14ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 15ാമത്തെ റൗണ്ട് ചെയ്യുക. 12 കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമ്മൾ 15th റൗണ്ടിലേക്ക് പോവുകയാണ്. 15ാമത്തെ റൗണ്ടിൽ നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ആ ഒരു ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 15 സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നമുക്ക് ഈ റൗണ്ടിൽ ഓരോ ചെയിനിനും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 എണ്ണം കിട്ടണം. ഒന്ന് ഞാൻ ചെയ്തു, 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എനിക്ക് 15ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തപ്പോൾ എനിക്ക് 12 സ്റ്റിച്ച് കിട്ടി.
ഇനി നമ്മൾ 16ാമത്തെ റൗണ്ട് ചെയ്യാൻ പോവാണ്. 16ാമത്തെ റൗണ്ടിലെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക.